ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ ഗുൽമർഗിലാണ്. ഇത് ശീതകാലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വർഷങ്ങളായുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഒരു അല്പം ഐസൊക്കെ വരുത്തിരണമെന്ന്. മഞ്ഞിങ്ങനെ വീഴുന്നതൊക്കെ കാണുമല്ലോ, മഴ പെയ്യുന്ന പോലെ. പക്ഷെ ഇത് എവിടെ തുടങ്ങുമെന്നാണ്. ഈ കിടക്കുന്ന പ്രദേശം മുഴുക്ക മഞ്ഞാണ്. അവിടെ വേറെ ഭൂമിയിലൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7000 അടി ഉയരത്തിൽ. തണുപ്പാണെങ്കിലോ -17. ഇന്നത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇങ്ങനെ വിശാലമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് മനോഹരമായ മഞ്ഞ് വീഴ്ചയുടെ കാഴ്ചകൾ മാത്രമാണുള്ളത്. കുട്ടികളും വലിയ ആളുകളും ഒക്കെ ഒരേപോലെ ആനന്ദിച്ച് കളിക്കുന്ന ഒരു സ്ഥലമായി ഈ കാശ്മീരിലെ ഗുൽമർഗ് മാറി. മഞ്ഞുകാലത്ത് ഇത്തരം വിനോദങ്ങളാണെങ്കിൽ വേനൽക്കാലമായാൽ, അതായത് മാർച്ച് മാസത്തോടു കൂടി ഈ കാശ്മീരിൻ്റെ പ്രദേശം മുഴുവൻ അത് പൂക്കൾ കൊണ്ട് നിറയും. അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമായി കാശ്മീരിൻ്റെ ഭാഗങ്ങളെല്ലാം മാറും. ഞാൻ ഈ പോയിരിക്കുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ ശ്രമകരമായി ഒറ്റയ്ക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ട്രക്കിംഗ് നടത്തി ഞാൻ മുകളിൽ ചെന്നതാണ്. ഇവിടെ വല്ല ചീവീടുകളുടെ ഒച്ചയല്ലാതെ മറ്റൊന്നുമില്ല. ആരും ഇവിടെ കുതിരസവാരിയോ വാഹനങ്ങളോ ഓടിച്ചോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും വന്നിട്ടില്ല. വരാൻ അങ്ങനെ കൂടുതൽ കൂട്ടാക്കാറില്ല. അത്ര ശ്രമകരമായി എത്തേണ്ടുന്നൊരു പ്രദേശമാണ്. എന്ത് ഭംഗിയാന്ന് നോക്കും. ഇവിടെ ചെന്ന് നിന്നിട്ട് പോരാൻ പറ്റിയില്ല. എന്തോ കുഞ്ഞു ജീവികളുടെ ഒച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഈ കാഴ്ചകളെ കണ്ട് ഞാൻ താഴേക്ക് വന്ന് ഒരു ചൂടൻ ചായ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് കിട്ടും. ആ കടയിൽ നിന്ന് ഒരു മാഗിയൊക്കെ കഴിച്ചു. എല്ലാം നമുക്ക് ഫുഡ് ചൂടോടുകൂടി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. അല്പം വിലയൊക്കെ കൂടുതലാണ്. ഇതെല്ലാം കണ്ട് കറങ്ങിയടിച്ച് ഒരു ദിവസം മുഴുക്കൻ അവിടെ ചിലവാക്കി നമുക്ക് തിരിച്ചു പോരാൻ പറ്റുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് ഗുൽമർഗിലെ ഈ പ്രദേശം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും മനോഹരമായിരിക്കും. അത് നമുക്ക് കണ്ണിറയെ കാണാനുള്ള ഭാഗ്യവും കൂടി നമുക്കുണ്ടാവണം.